തിരുവോണം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആഘോഷിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഓണാട്ടുകര. കെട്ടുകാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഓണാട്ടുകരയെ സംബന്ധിച്ചിടത്തോളം. ഇത് കെട്ടുത്സവങ്ങളുടെ നാടെന്നാണ് പറയുന്നത്. ഈ കെട്ടുത്സവങ്ങളിൽ പലതും ബുദ്ധമത സംസ്കാരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. തിരുവോണം നാളിൽ പ്രത്യേകിച്ച് സദ്യ ഒന്നും നടത്താറില്ല. പണ്ട് കാലത്ത് കേരളത്തിന് ഒന്നാകെ ഓണം മുട്ടിയിരുന്നത് ഈ ഓണാട്ടുകര പാടങ്ങൾ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്. ഒന്നാം ദിവസം തുമ്പപ്പൂ കൊണ്ട് തന്നെ മാത്രം പൂക്കൾ വിടണം. പൂക്കളം എന്ന് പറയുന്നത് ദേവനെ വരവേൽക്കുന്നതിനുള്ള ഒരു സ്വീകരണ വേദിയാണിത്. എന്നിട്ട് വെളുപ്പിനെ ഒരു 4-5 മണിയാകുമ്പോൾ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് മുഴുവൻ വായ്ക്കുരവ് കേൾക്കാം. അതാദ്യമായിട്ട് വിളക്ക് വെക്കുന്നത്. ആൺകുട്ടികൾ പൂക്കളം ഇടാറില്ല, അതെന്തുകൊണ്ടാണ്? പൂക്കളം ഇടുന്നത് മുമ്പ് കാലത്ത് പെൺകുട്ടികൾ മാത്രമായിരുന്നു. അപ്പോൾ ഒരു 400 വർഷത്തെ പഴക്കമെങ്കിലേ ഓണത്തിന് നാട്ടുപ്രദേശങ്ങളുമായി ഉണ്ടായിട്ടുള്ളതെന്നാണ് കരുതുന്നത്. ഇപ്പോൾ തൃക്കാക്കര യഥാർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ വാമനാവതാര മൂർത്തിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തിരുവോണം ആഘോഷിക്കാൻ എല്ലാ നാട്ടുരാജാക്കന്മാരും അവിടെ എത്തും. നമസ്തേ. കർക്കിടകത്തിലെ തിരുവോണം മുതൽ കന്നിയിലെ തിരുവോണം വരെ 3 മാസക്കാലം ഓണം ആഘോഷിക്കുന്ന ഒരു നാട്. പേരിനൊപ്പം ഓണത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഓണാട്ടുകരയുടെ വിശേഷങ്ങളാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. എനിക്കൊപ്പം ഉള്ളത് കരുവാറ്റ KM പങ്കജാക്ഷൻ ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്തേ. ഞാൻ പറഞ്ഞതുപോലെ 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഓണമാണ് ഓണാട്ടുകരയ്ക്കുള്ളത്. എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം? എന്താണ് ഈ 3 മാസക്കാലത്തിന്റെ ഒരു കണക്ക്? 3 മാസം എന്ന് പറയുന്നത് പഴയ കാലത്തോട്ട് വിളവെടുപ്പ് കാലം, വിളവെടുപ്പ് ഉത്സവ കാലമാണ്. അതായത് വിഷുവിന് തുടങ്ങുന്ന ആ വിളയിറക്കൽ അത് ഏറെക്കുറെ പൂർത്തിയാകുന്നത് കർക്കിടകം, ചിങ്ങം, കന്നിമാസങ്ങളാണ്. ഒന്ന് അവസാനിക്കുകയും ഒന്ന് തുടങ്ങുകയും. അടുത്ത കൃഷി തുടങ്ങുന്നതാണ് കന്നിമാസം, അവസാനിക്കുന്നത് ചിങ്ങമാസം. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 മാസത്തിൻ്റെ ഒരു കണക്ക് പ്രത്യേകം വന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ കർക്കിടകത്തിലെ തിരുവോണം എന്ന് പറയുന്നത് പിള്ളേരോണം എന്നാണ്. കർക്കിടകത്തിലെ തിരുവോണം ഈ പ്രദേശത്തൊക്കെ പിള്ളേരോണം, കൊച്ചുകുട്ടികളുടെ ഓണം എന്ന സങ്കല്പത്തിലാണ് ആഘോഷിക്കുന്നത്. അത് പാരമ്പര്യമായി ആചരിച്ചു വരുന്ന ഒരാഘോഷം ഇപ്പോഴും നടക്കുന്നു. ആഘോഷത്തിന് പ്രത്യേകതയൊന്നും ഇല്ലെങ്കിലും എല്ലാവരും ഈ ദിവസം പറയും, കുട്ടികളെ അറിയിക്കും നാളെ പിള്ളേരോണമാണ്. ചടങ്ങുകളൊന്നുമില്ല, അതിന് പ്രത്യേക ചടങ്ങുകളൊന്നുമില്ല. നേരത്തെ കാലത്ത് ഒരു ചെറിയ ഈ ഓണസദ്യ പോലൊക്കെ ഒരുക്കുമായിരുന്നു. ഇപ്പോൾ അതിനൊന്നും ആർക്കും സമയമില്ല, ഇല്ലാത്തതുകൊണ്ടതൊന്നും അങ്ങനെ ആചരിക്കുന്ന രീതിയില്ല. ഇനിയിപ്പോൾ ഈ കന്നിമാസത്തിലെ തിരുവോണത്തിന് എന്താണ് പ്രത്യേകത വരുന്നത്? കന്നിമാസത്തെ തിരുവോണം എന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞ് അടുത്ത 28-ാം നാൾ വരുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യമുള്ളത് നമ്മുടെ മാവേലിക്കര, കായംകുളം പ്രദേശങ്ങളാണ്. അതിൽ ഓച്ചറ എന്ന് പറയുന്ന പ്രദേശമാണ് ഏറ്റവും പ്രാധാന്യം. അവിടെ 28-ാം ഓണത്തിന് അവിടുത്തെ പ്രധാന കരകൾ ഇന്ന് ഏതാണ്ട് 52 കരകളോളം ഉണ്ട്. അവിടുന്ന് കെട്ടുകാഴ്ചകൾ വരും. കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടുകാളകളാണ്. അത് കരക്കാരും ആഘോഷപൂർവ്വം ക്ഷേത്രത്തിൽ കൊണ്ടുവരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ ചിങ്ങമാസത്തിലെ ഓണം, നമ്മൾ എനിക്കോട് മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരുവോണം, ഈ തിരുവോണവുമായി ബന്ധപ്പെട്ടിട്ട് ഓണാട്ടുകാരയ്ക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തിരുവോണം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആഘോഷിക്കുന്ന സ്ഥലമാണ് ഈ നമ്മുടെ ഓണാട്ടുകര. അത് കാർത്തികപ്പള്ളി, മാവേലിക്കര, കരുനാഗപ്പള്ളി 3 താലൂക്കുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. പഴയ ഓടനാടെന്ന് പറയുന്നൊരു രാജ്യമുണ്ട്. ആ ഓടനാടെന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാന ഭാഗമാണ് കായംകുളം. ഈ ഓടനാട് ഓണനാടും പിന്നെ ഓണാട്ടുകരയുമായെന്നാണ് സങ്കല്പം. അവിടെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു തുല്യത അവിടെ ദർശിക്കാൻ കഴിയും. സമത്വസുന്ദരമായ ഒരു കാലമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്താണത് കാണപ്പെടുന്നത്. എന്താണ് ഈ പൂർണ്ണമായ അർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ? പഴയ കാലത്ത് തൊട്ട് അതിൻ്റെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ, ഓണവട്ടങ്ങളെ ഒപ്പിക്കുക. ഓണവട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഓണത്തിന് വേണ്ട പലചരക്ക്, പച്ചക്കറി, തുണിത്തരങ്ങൾ ഇതെല്ലാം വാങ്ങിക്കുക. അതുപോലെ ആശ്രിതർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വിനോദങ്ങൾ, പൂക്കളമിടയിൽ, ഓണസദ്യ, ഇതൊക്കെയാണ് അതിൻ്റെ ആചാരപരമായ പ്രത്യേകതകൾ. ഓക്കെ. ഈ ഓണത്തിന് ഇപ്പം നമുക്കറിയാം പൂക്കളം ഇടുക എന്ന് പറയുന്നത് ഓണത്തെ സംബന്ധിച്ച് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നേച്ചർ സംഭവമാണ്. ഓണാട്ടുകാരയ്ക്ക് പൂക്കളവുമായി എന്തെങ്കിലും വ്യത്യസ്തതകളുണ്ടോ? ഒന്നും പ്രത്യേകിച്ചില്ല. അന്ന് ഈ സമയം തന്നെ പൂക്കൾ സമൃദ്ധിയായി കിട്ടുന്ന സമയമാണ്. പഴയ കാലങ്ങളിൽ ഈ പെൺകുട്ടികളും കൊച്ചുകുട്ടികളും ഈ തൊടികളിലൊക്കെ പോയി, ഈ അന്ന് മാർക്കറ്റിംഗ് പൂവിനില്ല.
നാട്ടിലെ പുരയിടങ്ങളിൽ നിന്ന് തൊടികളിൽ നിന്ന് പൂക്കൾ ശേഖരിക്കും. അതിന് തുമ്പപ്പൂവ്, കാക്കപ്പൂവ് തുടങ്ങിയ പൂക്കളാണെന്ന് ഉപയോഗിച്ചിരുന്നത്. കാക്കപ്പൂവ് എന്ന് പറയുന്നത് ചെറിയ നീലപ്പൂവ്, അതും പിന്നെ തുമ്പപ്പൂവ്, ഇതാണ് അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തി, പിന്നെ കൃഷ്ണകിരീടം എന്ന് പറഞ്ഞൊരു പൂവുണ്ട്, മേലോട്ട് ചെന്നിട്ട് മേലോട്ട് കൂമ്പാരം പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പൂക്കളാണ് നാടൻ പൂക്കൾ ഇവിടെ. എന്നാൽ അതിനകത്ത് തന്നെ പ്രത്യേകതയുണ്ട്, വർണ്ണങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. കൃത്രിമ വർണ്ണങ്ങൾ ഉപയോഗിക്കാറില്ല. അരിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഉപയോഗിക്കാം, അല്ല നിറം ചേർത്ത ഉപ്പോ അതുപോലെ പൂക്കല അരിഞ്ഞതോ ഇതൊന്നും അന്ന് ഉപയോഗിക്കാറില്ലായിരുന്നു. അതിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്നാം ദിവസം തുമ്പപ്പൂ കൊണ്ട് തന്നെ മാത്രം പൂക്കൾ വിടണം അത്തത്തിന്. ബാക്കി ദിവസങ്ങളിൽ വർണ്ണപ്പൂക്കൾ എന്തുവാകാം. അപ്പോൾ അതിന് തലേദിവസം കൊച്ചുകുട്ടികൾക്കൊരു ആഘോഷമാണ്. വൈകുന്നേരങ്ങളിൽ ഇലക്കുമ്പിളുമായിട്ട് ഈ തൊടികളിലെല്ലാം പോയി കുട്ടികളെല്ലാം ആ കുമ്പിളുകളിൽ പൂ ശേഖരിക്കും. അതാണ് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നത്. എന്നിട്ട് വെളുപ്പിനെ ഒരു 4-5 മണിയാകുമ്പോൾ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് മുഴുവൻ വായ്ക്കുരവ് കേൾക്കാം. അതാദ്യമായിട്ട് വിളക്ക് വെക്കുന്നത്. വിളക്കെന്ന് പറയുന്നത് നിലവിളക്കിനെ കൂടാതെ പിണ്ടി വിളക്ക് വെക്കും, പോള വിളക്ക്. വാഴപ്പോള കൊണ്ട് വിളക്കുണ്ടാക്കി അതിന് ചുറ്റും ഇവിടെയൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മരോട്ടി തോടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മരോട്ടി. അത് പൊറിച്ച് എണ്ണ ഒഴിച്ച് അതിനകത്താണ് വിളക്ക് കത്തിച്ചിരുന്നത്. തറ ചാണകം മെഴുകി അവിടെ ശുദ്ധമാക്കി അവിടെ മധ്യത്തിൽ വിളക്ക് വെച്ച് ആ സമയത്താണ് ഈ കുരവീടിയും മറ്റും കേൾക്കുന്നത്. അപ്പോൾ ശരിക്കും പൂക്കളം ഇടേണ്ടത് എങ്ങനെയാണ്? പൂക്കളം ഇടുന്നത് മുമ്പ് കാലത്ത് പെൺകുട്ടികൾ മാത്രമായിരുന്നു. ആൺകുട്ടികൾ പൂക്കളിടാൻ പാടില്ല എന്നുണ്ടായിരുന്നു അന്ന്. പക്ഷേ അവർ സഹായമില്ലാതെ നടക്കത്തില്ല. പൂക്കൾ ശേഖരിച്ചുകൊണ്ട് വരുന്ന അവരാണ്. പക്ഷേ ഒപ്പം കൂടിയിരുന്ന് അന്ന് ഈ ഡിസൈനൊന്നുമില്ല, അവർ തീരുമാനിക്കുന്ന റൗണ്ടിലുള്ള ഡിസൈൻ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. നാടൻ പൂക്കൾക്കാണ് പ്രാധാന്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പൂക്കളം എന്ന് പറയുന്നത് ദേവനെ ഒരു വരവേൽക്കുന്നതിനുള്ള ഒരു സ്വീകരണ വേദിയാണിത്. പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ ഇവിടെ ഓണമായിട്ട് സങ്കല്പിച്ച ദേവൻ വിഷ്ണുവാണ്. ആ വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുന്ന ഇടമാണ് ഈ പൂക്കളമായി മാറുന്നത്. ഈ ഓണത്തപ്പൻ അല്ലെങ്കിൽ തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഓണാട്ടുകാർക്കുണ്ടോ? തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വാമനമൂർത്തിയുടെ പ്രതിഷ്ഠ. അതോടൊപ്പം തന്നെ മഹാബലി ചക്രവർത്തിക്ക് ആസ്ഥാന മണ്ഡപമുള്ള ഒരേ ഒരു ക്ഷേത്രം ഇത് മാത്രമേ ഉള്ളൂ. മറ്റൊരിടത്തും മഹാബലി ചക്രവർത്തിയെ പൂജയോ ആരാധനയോ അർപ്പിക്കുന്നില്ല. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിനടുത്ത് ഒരു തറയുണ്ട്, മണ്ഡപം. അവിടെ ഈ മഹാബലി സങ്കല്പമാണ്. അവിടെ ചെല്ലുന്നവരിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതല്ലാതെ അവിടെ പ്രത്യേക പൂജയൊന്നുമില്ല. അതാണ് ഈ തൃക്കാക്കരയ്ക്കുള്ള ബന്ധം. ഇപ്പോൾ തൃക്കാക്കര യഥാർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ വാമനാവതാര മൂർത്തിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് അന്ന് മഹോദയപുരം, കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന പ്രദേശമെല്ലാം മഹോദയപുരമാണ്. അന്ന് ഈ പെരുമാക്കന്മാരുടെ ഭരണമാണ്. അപ്പം കുലശേഖര പെരുമാളാണ് ഇത് ആഘോഷിച്ചു കൊണ്ടിരുന്നു. അന്ന് കേരളത്തിലെ നാട്ടുരാജ്യക്കന്മാരും എല്ലാം അവിടെ എത്തും ഈ ദേവൻ്റെ തിരുനാൾ ദിവസം. തിരുനാൾ എന്ന് പറഞ്ഞാൽ തിരുവോണം ആഘോഷിക്കാൻ എല്ലാ നാട്ടുരാജാക്കന്മാരും അവിടെ എത്തും. കാലങ്ങൾ തുറന്നപ്പോൾ അവിടെ ഈ അന്യനാടുകളിൽ നിന്ന് രാജാക്കന്മാർക്കും പ്രജകൾക്കും എത്തിച്ചേരാൻ പ്രയാസമായതുകൊണ്ട് രാജാവ് കൽപ്പിച്ചു, ഇനിയുള്ള കാലം ഈ രാജാക്കന്മാരും പ്രജകളും അവരവരുടെ വീടുകളിൽ ഓണം ആഘോഷിച്ചാൽ മതി. അന്ന് മുതലാണ് ഓണം വീടുകളിൽ ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു 400 വർഷത്തെ പഴക്കമെങ്കിലേ ഈ ഓണത്തിന് നാട്ടുപ്രദേശങ്ങളുമായി ഉണ്ടായിട്ടുള്ളതെന്നാണ് കരുതുന്നത്. ഈ ഓണസദ്യ എങ്ങനെയായിരുന്നു അക്കാലത്തൊക്കെ? ഓണസദ്യ ഇന്നിപ്പോൾ നമുക്കറിയാം, കാറ്ററിംഗിലേക്ക് വരെ എത്തി നിൽക്കുക. ഇപ്പം ഇവിടെ ഈ പ്രദേശത്ത്, നമ്മുടെ പ്രദേശത്തൊന്നും അന്ന് പൂർണ്ണമായും സസ്യാഹാരങ്ങളെ ഉപയോഗിക്കത്തുള്ളൂ. മത്സ്യമാംസാദികളൊന്നും ഈ പ്രദേശത്ത് ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ ഓണത്തിന് എല്ലാവിധ വിഭവങ്ങളും ഒരുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരുക്കങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഈ ഓണം ഒരുക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത്, കർക്കിടകം പുലരുമ്പം തന്നെ മുത്തശ്ശിമാരും മറ്റുള്ളവരും ഓണത്തിനെക്കുറിച്ച് വേവലാതിപ്പെടും. ഓണം ഇഞ്ഞ് അടുത്തു. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്തെല്ലാം ഓണാട്ടുകരയിലെല്ലാം കൊയ്ത്തുകാലമാണ്. ഈ കൊയ്ത്തുകാലത്ത് ഇവിടെ എല്ലാ വീടുകളിലും സാധാരണക്കാരന് ജന്മിമാർക്ക് നെല്ലൊരു വരുമാനവും ജോലിക്കാർക്ക് തൊഴിലാളികൾക്ക് ആ നെല്ലിൽ നിന്ന് കിട്ടുന്ന വിഹിതം ഒരു വരുമാനവും. അവരുടെ ഓണം ഒരുക്കുന്നതിനുള്ള വിഹിതമാണ്
ഈ ചിങ്ങമാസത്തിലെ കൊയ്ത്തിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് ആദ്യം ചെയ്യുന്ന നല്ല ജോലി എന്ന രീതിയിൽ തേങ്ങ ഉടയ്ക്കും വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി. കാരണം ശുഭകരമായ ഒന്നാണ്, വിറകൊന്നും പറ്റത്തില്ല. ആദ്യം തേങ്ങ ഉടയ്ക്കുക. അതിന് പഴയ ഓരോ 2 മാസം കൂടുമ്പോൾ ഇടുന്ന തേങ്ങയുടെ നല്ല തേങ്ങകൾ തട്ടും പുറത്തോ നിലവറയിലോ സൂക്ഷിക്കും. അത് ചിങ്ങത്തിലെടുക്കത്തുള്ളൂ. ഉണക്കത്തേങ്ങ, ഒട്ടത്തേങ്ങ എന്ന് പറയും. അതെടുത്ത് ഏതാണ്ട് നല്ല വെയിലുള്ളപ്പോൾ ഉണക്കി അന്ന് നാട്ടിലെ മരച്ചേക്കിലൊക്കെയാണ് ഇത് ആട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഉള്ള മില്ലിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആട്ടിക്കൊണ്ട് ആദ്യം വെളിച്ചെണ്ണ ഉണ്ടാക്കലാണ്. രണ്ടാമത്തെ വിറകൊരുക്കൽ. എത്ര ആയാലും ഓണത്തിന് വേണ്ടി കുറേ വിറക് ഒരുക്കും. വിറക് വെട്ടിക്കീറി അല്ലെങ്കിൽ മാങ്കമ്പ് വെട്ടിക്കീറി വിറകൊരുക്കും. പിന്നത്തെ ജോലിയെന്ന് പറഞ്ഞാൽ നെല്ല് പുഴുക്ക്. നെല്ല് പുഴുങ്ങി ഉണങ്ങി വെക്കും. അത് മിക്കവാറും വീടുകളിൽ നാടൻ നെല്ല് കാണും. കൃത്രിമ അരി ഉണ്ടല്ലോ, ചാക്കരി വരുന്ന അത്തരം അരികളൊന്നും അന്ന് ഉപയോഗിക്കാറില്ല. എന്നിട്ട് പിന്നെ പലചരക്കും പിന്നെ പച്ചക്കറിയും വസ്ത്രങ്ങളെല്ലാം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ വാങ്ങിയിരിക്കും. പിന്നെ ഉത്തിരാടത്തിൻ്റെ തലേദിവസം, പൂരാടോ ഉത്തിരാട ദിവസങ്ങളിൽ ഈ കീഴാളരും മേലാളരും തമ്മിലുള്ള ബന്ധം പുതുക്കുന്നതിന് ഓണക്കാഴ്ച സമർപ്പിക്കും. അങ്ങനെ പ്രധാന ചടങ്ങാണ്. അതായത് ഓണത്തിൻ്റെ ഉത്തിരാടത്തിനോ തിരുവോണത്തിനോ ഈ കുടികിടപ്പുകാരനോ അവരുടെ കൃഷിക്കാരനോ എന്തെങ്കിലും കൊണ്ടുവന്ന് ഓണക്കാഴ്ച സമർപ്പിക്കും. അത് ചെയ്യുന്നത് ഒന്ന് ഏത്തക്കൊല, അല്ലെങ്കിൽ ചേന, അല്ലെങ്കിൽ കുമ്പളങ്ങ, വെള്ളരിക്ക ഒരു വലിയ ഒട്ടയെ ചുമന്ന് കൊണ്ടുവരും. കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന്, നമ്മുടെ വീട് അന്ന് പ്രവേശനമില്ല, ജാതി തീണ്ടൽ വ്യവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് പരിക്കാത്തവരെ വീട് കൊണ്ട് പടിയെ വെക്കും. അതെടുത്തുകൊണ്ട് അകത്ത് വെച്ചിട്ട് ആ വീട്ടുകാരന് ഓണം ഉണ്ണാനുള്ള എല്ലാ വകയും ഈ ഉടമ കൊടുത്തിരിക്കും. അതായത് അരി, വെളിച്ചെണ്ണ, തേങ്ങ, പണം, ഇത്രയും കൊടുക്കത്തുള്ളൂ പ്രധാനമായിട്ടും. ചിലപ്പം വസ്ത്രവും കൊടുത്തിരിക്കും. അങ്ങനെ ഓണക്കാഴ്ച സമർപ്പിക്കുക, അതിന് പ്രതിഫലം കൊടുക്കും. തിരുവോണം നാളിൽ പ്രത്യേകിച്ച് സദ്യ ഒന്നും നടത്താറില്ല. വീട്ടുകളിൽ ഉള്ള അംഗങ്ങൾക്ക് മാത്രമേ അന്ന് ആഹാരമുള്ളൂ. മറ്റുള്ളവർ വീടുകളിൽ ആഹാരം കഴിക്കാൻ പോകത്തില്ല. അവിട്ടം ചതയൻ ദിവസങ്ങളിൽ ഓണസദ്യ ഈ കീഴാളന്മാർക്കും ബന്ധിജനങ്ങൾക്കുമെല്ലാം ഓണസദ്യ ഉണ്ട്. അതെല്ലാ വിഭവങ്ങളും കൂട്ടിയാണ് സദ്യ. അത് പറഞ്ഞ പോലെ സസ്യഭക്ഷണങ്ങൾ മാത്രം. ഇപ്പൊ നമ്മൾ നേരത്തെ പൂക്കളം ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആൺകുട്ടികൾ പൂക്കളം ഇടാറില്ല. അത് എന്തുകൊണ്ടാ? നമ്മുടെ ആചാരം അനുസരിച്ച് ഇപ്പോഴാ രീതിയൊക്കെ മാറി. താലപ്പൊലി എടുക്കാൻ താലം ഉണ്ടല്ലോ, താലം എടുക്കേണ്ട ആരാ എടുക്കേണ്ടത്? സ്ത്രീകളാണ്. ഋതുമതികളാകാത്ത പെൺകുട്ടികളാണ് മുമ്പ് താലം എടുത്തത്. ഇപ്പം മുതിർന്നവരും താലം എടുക്കാറുണ്ട്. അപ്പോൾ ആൺകുട്ടികളും ഇപ്പോൾ എടുക്കാറില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും അഷ്ടമംഗല്യങ്ങളിലൊന്ന് സ്ത്രീയാണ്. അതറിയോ? അഷ്ടമംഗല്യങ്ങൾ അതായത് ദർപ്പണം, കണ്ണാടി, പൂവ്, വസ്ത്രം, സ്വർണം, പിന്നെ കൊരവ, സ്ത്രീ. അങ്ങനെ അതാണ് അഷ്ടമംഗല്യങ്ങൾ. അതിലൊന്ന് സ്ത്രീ. അതുകൊണ്ടാണ് സ്ത്രീക്ക് അതിനകത്ത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ മറ്റ് ആണുങ്ങളെ അങ്ങനൊന്നുമില്ല, അകത്ത് നിർത്തണമെന്നൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പം ക്ലബ്ബുകളും മറ്റും ഇവിടെയൊക്കെ നടത്തുമ്പോഴേ ആൺകുട്ടികൾ തന്നെയാണല്ലോ കോളേജ് മത്സരങ്ങളൊക്കെ അങ്ങനെ ഇടുന്നത്. ഇനി നമ്മൾ ഈ ഓണാട്ടുകര എന്നുള്ള പേര് വന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഓണാട്ടുകരയ്ക്ക് മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മൾ തനത് ശൈലിയിൽ പറയുന്ന ഒരുപാട് വാക്കുകൾക്ക് ഉത്ഭവം നൽകിയ നാടാണ് ഓണാട്ടുകര എന്ന് പറയുന്നത്. ഇപ്പൊ കൂട്ടാൻ എന്ന് പറയുന്ന വാക്ക് എനിക്ക് തോന്നുന്നു ഓണാട്ടുകരക്കാര് ഓണാട്ടുകരയിൽ ഉണ്ടായ ഒരു കൂട്ടാൻ. പിന്നെ വേറെ ഒരു വാക്കെന്ന് പറഞ്ഞാലേ, ഇവിടെ നമ്മളിപ്പം ചിലയിടത്ത് ചേട്ടനോ അണ്ണെന്ന് പറയും. ഇവിടെ മുമ്പ് കാലത്ത് പറഞ്ഞത് കൊച്ചാറൻ എന്ന് വെച്ചാൽ നമ്മുടെ പത്മരാജന്റെ കൃതികളിലൊക്കെ കൊച്ചാറൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചേട്ടൻ എന്നുള്ള അർത്ഥമാണ്. പിന്നെ ഇളയമ്മ ഇവിടെ പറയാറില്ല, ഇവിടെ കുഞ്ഞമ്മയാണ്. ഇവിടെ കുഞ്ഞമ്മയാണ്. കൊച്ചച്ഛനും പറയാറില്ല, ചിറ്റപ്പനും ചിറ്റമ്മയും. അമ്മയുടെ ആങ്ങളെ അമ്മാവനുമാണ്, അമ്മായിയാണ്. അപ്പാപ്പനൊന്നും അധികം ഉപയോഗിക്കാറില്ല. നമ്മൾ പൊതുവെ ഇപ്പോഴത്തെ കാലത്ത് കാഷ്വലായി പറഞ്ഞ അണ്ടനും അടകോടനും, ആ വാക്കിന്റെ ഉത്ഭവം ഓണാട്ടുകരയിലാണ്. അണ്ടൻ അടകോടൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആളുകളും എന്നേ അർത്ഥമുള്ളൂ. എന്ന് വെച്ചാൽ കൂടിയ ആളുകളും കുറഞ്ഞ ആളുകളും. എന്ന് വെച്ചാൽ വിവരമില്ലാത്തവരെന്നൊക്കെ അതിനകത്ത് അർത്ഥം വരും. എന്ന് വെച്ചാൽ ഈ സംസ്കാരം സമ്പന്നനല്ലാത്തവർ, അവരെയൊക്കെയാണ് ഈ അണ്ടനും അടകോടനും എന്ന് പറയുന്നത്. അപ്പോൾ അഭിജാതരല്ലാത്തവരെല്ലാം ആ രീതി വരും. അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാനൊക്കത്തില്ല, ആരും ഉപയോഗിക്കത്തില്ല. ഉണ്ടാകും. ഇപ്പം നമ്മളിവിടെ രാവിലെ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് അതിരാവിലെ എഴുന്നേറ്റ്, ഇപ്പം ചില പ്രദേശം വടക്കോട്ട് നിന്ന ഏറ്റെന്നാണ് പറയുന്നത്. എഴുന്നേറ്റിന് പകരം ഈ എറണാകുളം പെരുമ്പാവൂരൊക്കെ ഞാൻ 2 കൊല്ലം ജോലി ചെയ്തതാണ്. അപ്പോൾ അവിടെയൊക്കെ ഏറ്റെന്നാണ് പറയുന്നത്.
നമ്മളിവിടെ എഴുന്നേറ്റുന്ന തന്നെ ശുദ്ധ ഓണാട്ടുകാരെ ഭാഷയാ ശുദ്ധ ഭാഷയെന്നാണ് ഞാൻ പറയുന്നതും ഞങ്ങളുടെ നാട്ടുകാരും പറയും. പാലക്കാട്ടുകാർ പറയും, നിങ്ങൾ പറയും അവിടെ ആ ഏറ്റവും നല്ല ഭാഷയാണ്. പെരുമ്പാവൂരെ ഏറ്റവും മോശപ്പെട്ട ഭാഷയാണ് മുസ്ലിം സൗഡിലെ. അവർ പറയുന്നത് ഞങ്ങളുടെ ഭാഷയാണ് ഏറ്റവും നല്ലതെന്ന്. ഇപ്പം രാവിലെ എഴുന്നേറ്റ് കണ്ണും മുഞ്ഞിയും കഴി വല്ലതും പോയി കാപ്പി കുടിക്കട. കണ്ണും മുഞ്ഞിയും കഴിയെന്ന് പറയും. മുഞ്ഞിന്ന് പറഞ്ഞാൽ മുഖമാണ്. ഇപ്പോൾ ആ പ്രയോഗമൊന്നും കുട്ടികൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ വാക്കുകൾക്ക് ഒരുപാട് ലോപം വന്നിട്ടുണ്ട്. ഒത്തിരി ശൈലികൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു വാക്കാണ് ആപ്പയും കൂപ്പയും. അങ്ങനെ ഒരു വാക്കുണ്ടോ? ആപ്പയും ഊപ്പയും. ആ ആപ്പ ഊപ്പ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ആളുകളും കൊച്ചുകുട്ടികളും എന്നേ അതിന് അർത്ഥമുള്ളൂ. അത്രേ അർത്ഥമുള്ളൂ. ഇല്ല, ആപ്പ ഊപ്പയൊക്കെ എന്ന് പറയും. അതിനെ നമ്മൾ കൂടുതൽ കുറങ്ങഷമായിട്ട് ചിന്തിച്ചാൽ അതും ഈ ലോ ക്ലാസ്സിനെ കുറിച്ച് പറയുന്ന പോലെ ഇരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല ഒരു കാര്യത്തിലും. അപ്പോൾ നമുക്കറിയാം പത്മരാജന്റെ മണ്ണാണ് ഓണാട്ടുകര എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ എഴുത്തുകൾ ഓണാട്ടുകരയെ കുറിച്ച് പുറത്തേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഓണാട്ടുകരയുടെ ആ ഒരു ശൈലി വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചാറൻ. പിന്നെ മാടി അങ്ങേപ്പുറം ഇവിടെ കുറേ പുറത്ത് ഒരു കയ്യാല എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിക്കാറില്ല. ഇവിടെ കയ്യാലകളില്ല. ഇല്ല. പിന്നെ മാടി, കുളത്തിൻ്റെ വശങ്ങളെ എന്ത് പറയുന്നേ മാടി. കുളം വെട്ടുക, പെര കെട്ടുക, പെര മെയ്യുക എന്ന് പറയത്തില്ല ഇവിടെയൊക്കെ. പെര കെട്ടുക, ഓല കൊണ്ട് പഴയ കാലത്തെ ഇതെല്ലാം അതായിരുന്നു. ഇപ്പോൾ കൃഷിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. പണ്ട് കാലത്ത് കേരളത്തിന് ഒന്നാകെ ഓണം മുട്ടിയിരുന്നത് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു കൃഷിയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടെ ഏതാണ്ടൊരു കൃഷി, ഇവിടുത്തെ കൃഷിക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വിരിപ്പ് കൃഷി എന്നാ. ഇരിപ്പൂ കൃഷി എന്ന് പറഞ്ഞാൽ ചിങ്ങക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, ഇത് രണ്ടും നെല്ലിൻ്റെ കൊയ്ത്ത് സീസണാണ്. പിന്നെ അടുത്ത മകരമാസത്തിൽ മീനം ഇടുന്ന എള്ളിൻ്റെ ആ പൂർണ്ണതയിലെത്തി മേടമാസം ആകുമ്പോൾ അത് പറിക്കും. അപ്പം 2 നെല്ലും 1 എള്ളും കൃഷി ചെയ്യുന്ന പാടങ്ങളാണ് ഓണാട്ടുകരയിലെ പാടങ്ങൾ. അതിന് ഇരിപ്പൂ കൃഷി എന്ന് പറയും, വിരിപ്പ് കൃഷി എന്ന് പറയും. പക്ഷേ അതിൻ്റെ അർത്ഥം 2 പൂവിൽ നെല്ലും 1 പൂവിൽ എള്ളും കൃഷി ചെയ്യുന്ന പാടങ്ങളാണ്. അതാണ് അതിൻ്റെ ഒരു കൃഷിയെ കുറിച്ച് പറഞ്ഞത്. കൃഷി പിന്നെ പറഞ്ഞില്ലേ, അതാണ് പ്രധാന വരുമാനം. വിഷുവിന്, മേടമാസത്തിലെ വിഷുവിന് ഈ നമ്മുടെ നിലങ്ങളിൽ, വിരിപ്പൂ നിലങ്ങളിൽ വിത്തിറക്കും. ആ വിത്തിറക്കിയിട്ടത് പ്രായമായി ചിങ്ങമാസത്തിലെ കർക്കിടക മാസത്തോടു കൂടി അത് കൊയ്യും. അതാണ് ചിങ്ങക്കൃഷി. പിന്നെ ഓണത്ത് കഴിയുമ്പോഴോ ഓണത്തിന് മുമ്പായിട്ടോ അടുത്ത കൃഷിക്കുള്ള വിത്തിറക്കുമല്ല, ഞാറ്റടി തയ്യാറാക്കും. മറ്റേത് ഉണക്ക് കാലത്ത് മേടമാസത്തിലിടുന്ന വിത്തിടിയിൽ മേടമാസത്തിൽ അത് വിത്തിടുക എന്ന് പറയും. അത് ഉണക്ക മണ്ണില്ല, പൊഴി പിടിക്കും. അത് കഴിയുമ്പോൾ ഇതിനു വേണ്ടി ഏതാണ്ടൊരു 2 മാസം കഴിയുമ്പോൾ ഞാറ്റടി തയ്യാറാക്കും. ചെറിയ തറകളിൽ വിത്ത് മുളപ്പിച്ച് പാകും. അതൊരു 10-40 ദിവസം കഴിയുമ്പം പറിച്ച് വെള്ളത്തിലാണ് നടുന്നത്. അതാണ് മകരത്തിലെ ഉണക്കിൽ കൊയ്യുന്നത്. അത് കഴിയുമ്പോൾ ഈ വൈക്കോൽ കുറ്റികൾ കിളച്ചു മറിച്ച് അവിടെ എള്ളു പാകും. അപ്പോൾ എള്ളും സമൃദ്ധിയായി ഉണ്ടായിരുന്ന പാടങ്ങളാണ്. പിന്നെ പുരയിടത്തിനോട് അനുബന്ധിച്ച ചെറിയ തറകളിൽ മുതിരയും ഇടാറുണ്ടായിരുന്നു. പിന്നെ പുരയിടങ്ങളിൽ നാളികേരം, അടയ്ക്ക, ഇവിടെ അടയ്ക്ക ഉപയോഗിക്കാറ് ഇങ്ങനെയില്ല, പാക്കാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് നാളികേരവും പറയത്തില്ല ഇവിടെ, തേങ്ങ. അത് പിന്നെ കാച്ചിൽ, ചേമ്പ്, ഇതെല്ലാം വാഴ, ഇതൊക്കെ പുരയിടങ്ങൾ. തൊടികളൊന്നും ഇവിടെ പറയാറില്ല, പുരയിടം. ഓണാട്ടുകരയ്ക്ക് മറ്റൊരു പ്രാധാന്യം തോന്നുന്നു, ഒരുപാട് കെട്ടുകാഴ്ചകളുള്ള നാടാണ്. കെട്ടുകാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഓണാട്ടുകരയെ സംബന്ധിച്ചിടത്തോളം. കെട്ടുത്സവങ്ങളുടെ നാടെന്നാണ് പറയുന്നത്. കെട്ടുത്സവങ്ങളിൽ യഥാർത്ഥത്തിൽ കഥയിലേക്ക് പോയാൽ ഇവിടെ ബുദ്ധമത സങ്കേത കേന്ദ്രമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രദേശങ്ങൾ ഇവിടേക്ക് ഒരുപാട് ബുദ്ധമത കേന്ദ്രങ്ങളുണ്ട്. അതായത് കരുമാടിക്കുട്ടൻ കണ്ടിട്ടുണ്ടോ? കരുമാടിക്കുട്ടന്മാർ കുതികൊള്ളും നേരത്ത് ഒരുവനെ വീഴ്ത്താൻ കാറ്റേ വാന്നും പറഞ്ഞ് പാട്ടൊക്കെ ഉണ്ട്. കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ കുട്ടനാടിൻ്റെ അവിടെയുള്ള കരുമാടി എന്ന സ്ഥലത്തുള്ള ഒരു ബുദ്ധ പ്രതിമയാണ്. ഇപ്പോഴുണ്ട്. ഈ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ അവിടുത്തെ ദലൈലാമ, ടിബറ്റൻ ദലൈലാമ അവിടെ വന്നിരുന്നു. അദ്ദേഹം അവിടെ വന്നിരുന്നു. അവരുടെ ആത്മീയ നേതാവല്ലേ. അപ്പോൾ അത് കരുമാടിക്കുട്ടൻ കറുത്ത ശിലയിലുണ്ടാക്കിയതാണ്.
അത് ബുദ്ധൻ്റെ വിഗ്രഹമാണ്. പിന്നെ അങ്ങോട്ട് മാറി മാവേലിക്കര ക്ഷേത്രത്തിൻ്റെ നടയിലൊരു ബുദ്ധ വിഗ്രഹമുണ്ട്. ഭരണിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തും ഒരു ബുദ്ധ വിഗ്രഹമുണ്ട്. പിന്നെ ഈ കെട്ടുത്സവങ്ങളിൽ പലതും ബുദ്ധമത സംസ്കാരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അവർ ഈ ശരണം വിളി ഉൾപ്പെടെ അതൊന്ന് ഇവരുടെ സംസ്കാരമാണ്. ബുദ്ധൻ ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുള്ള ആ ശരണം വിളിയാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ ശരണം വിളിയായിട്ട് ബന്ധപ്പെട്ടതെന്നും പറയുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രധാന കെട്ടുത്സവം എന്ന് പറഞ്ഞാൽ കുതിരകെട്ട്. അത് രണ്ട് ഏതാണ്ട് കൊല്ലം തൊട്ടിങ്ങോട്ട് ഓണാട്ടുകരയിലെ എല്ലാ പ്രദേശങ്ങളിലും വലിയ ക്ഷേത്രങ്ങളിൽ കുതിരകെട്ടുണ്ട്. 10-30 മീറ്റർ ഉയരത്തിൽ കുതിരകെട്ട്. ഏറ്റവും പ്രധാനം ചെട്ടികുളങ്ങര, പിന്നെ വലിയകുളങ്ങര. അപ്പോൾ ഇവിടെയൊക്കെ കെട്ടുകാഴ്ചകളുണ്ട്. ഈ കെട്ടുകാഴ്ച വലിച്ചുകൊണ്ടാണ് നാട്ടുകാർ അവിടുത്തെ ദേവൻ്റെയോ ദേവിയുടെയോ തിരുവുത്സവത്തിനാണിത് വലിച്ചുകൊണ്ട് പോകുന്നത്, ക്ഷേത്രത്തിൽ കൊണ്ടുപോകും. അത് യഥാർത്ഥത്തിൽ ഈ ഇവരുടെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധമത സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഇവിടെ എല്ലാം കെട്ടു ഉത്സവങ്ങളുണ്ട്. ജീവിത എഴുന്നള്ളിപ്പുണ്ട്. ജീവിത എഴുന്നള്ളിപ്പെന്ന് പറഞ്ഞാൽ ഈ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നുണ്ട് വിഗ്രഹം. അത് തലയിലെ ജീവിതയുണ്ട്, തണ്ടയിൽ എഴുന്നള്ളിക്കുന്നുണ്ട്. തണ്ട എന്ന് പറഞ്ഞാൽ രഥം പോലെ പല്ലക്കില്ലേ, അതുപോലെ മുമ്പിൽ ഒരാളും പുറയിലും 2 തണ്ടയെ പിടിച്ച് അത് തുള്ളും. അത് വലിയ ആഘോഷം ആടുന്നത്. അതാണ് ജീവിത തുള്ളൽ. അപ്പോൾ ജീവിത തുള്ളലുണ്ട്, കെട്ടുകാഴ്ചകളുണ്ട്, പിന്നെ കുതിരകളുണ്ട്. അപ്പോൾ ഇത് കുതിരകളാണ് ഏറ്റവും പ്രധാനം. പിന്നെ ശിവക്ഷേത്രങ്ങളിൽ പോണത് കെട്ടുകാളകളാണ്. ഓച്ചിറ കാളയാണ്. ശിവക്ഷേത്രങ്ങളെല്ലാം ഇവിടെ ശിവരാത്രിക്ക് ഈ കെട്ടുകാളകൾ എഴുന്നള്ളിച്ചിട്ട് പോകും. അത് ഓരോ കരക്കാരുടെ അവകാശം പോലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കെട്ടുത്സവങ്ങളുടെ നാളാണ്. അതോടൊപ്പം തന്നെ പറയെടുപ്പിൻ്റെ നാടാണ് ഓണാട്ടുകര. ഈ ജീവിതം എഴുന്നള്ളിച്ച് വീട്ടിൽ ചെന്ന് പറയെടുക്കും. ഓണാട്ടുകരയിലെ പ്രദേശങ്ങളിലെല്ലാം നെല്ലുള്ളത് കൊണ്ട് എല്ലാ വീടുകളിലും ഈ പറയിടും, ദേവനോ ദേവിക്കോ. ചില ദേവതമാർ എഴുന്നള്ളിത്ത് ആനപ്പുറത്തും, ചിലത് ജീവിതകളിലും, ചിലത് തലയിലും. എന്താണ് ശരിക്കും ഈ ജീവിതകൾക്ക് പിന്നിലുള്ള ഒരു ചരിത്രം? എന്തായിരിക്കും? ഭഗവാന്റെ എഴുന്നള്ളത്തായിട്ട് തന്നെയാണ്? ഭഗവാന്റെ എഴുന്നള്ളത്ത് തന്നെ, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ല. വേറെ അർത്ഥവശങ്ങളോ ഒന്നുമില്ല. എഴുന്നള്ളിച്ച് കൊണ്ടും സൗകര്യം. ഇപ്പോൾ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ആന എഴുന്നള്ളിപ്പുകൾ നിരോധിച്ചിരിക്കുന്ന കാരണം പല ക്ഷേത്രങ്ങളും ജീവിത എഴുന്നള്ളിപ്പിലേക്ക് മാറിയിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഈ 3 മാസത്തെ ഒരു കണക്ക് പറഞ്ഞിരുന്നു. ഇതിലിപ്പോ ഈ 28ാമത്തെ ദിവസം എന്ന് വെച്ചാൽ കന്നിയിലെ 28ാമത്തെ ദിവസം അന്ന് നമുക്ക് എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ചടങ്ങില്ല. ഓണാട്ട് ഈ ഓച്ചിറയിലെ 52 കരകളിലും 52 കരയാണെന്ന് തോന്നുന്നു. 52 കരയിലും അതൊന്നൊരു ഓണത്തിന്റെ ആഘോഷമുണ്ട്. അല്ലാതെ മറ്റു ചടങ്ങുകളൊന്നുമില്ല. നമ്മളിപ്പോ ഈ പൂക്കളിടുന്ന സമയത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ ആർത്തവ സമയത്ത് അപ്പൊ സ്ത്രീകൾ പാടില്ല. അതല്ലേ പറഞ്ഞത്, ഇവര് വേണമെന്ന് ബാലികമാർ വേണമെന്ന് പറയുന്നതാ. ബാലികമാരെ മാത്രമേ പൂക്കളം ഇടാകൂന്നുണ്ട്. അങ്ങനെ ആയിരുന്നു വ്യവസ്ഥ. ഇപ്പോൾ ആ വ്യവസ്ഥകളൊക്കെ കാലത്തിൻ്റെ മാറ്റത്തോടു കൂടി, കാലം പറഞ്ഞോടുകൂടി കോലം കീഴ്മേ മറിഞ്ഞു എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഋതുമതികളാകാത്ത സ്ത്രീ കുഞ്ഞുങ്ങളാണ്. താലപ്പൊലി എടുക്കേണ്ടവർ അങ്ങനെ വേണമെന്നായിരുന്നു ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പൊ ഇന്നത്തെ കാലത്തെ ഓണാട്ടുകരയിലെ ഓണത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ ഓണം എങ്ങനെയാണ് ഓണാട്ടുകരയിൽ? ഇന്നത്തെ കാലത്തെ പാരമ്പര്യ രീതികളെ തുടർന്ന് തറവാട്ട് മഹിമ ഉള്ളവരും കുലമഹിമ ഉള്ളവരും ആ ഓണത്തിൻ്റെ പഴയ ചടങ്ങുകളെ അപ്പാടെ അനുവർത്തിച്ച് പോരുക. അതേസമയം പുത്തൻ സംസ്കാരം ഉൾക്കൊണ്ടവർ ഓണത്തിന് മത്സ്യമാംസാദികളൊക്കെ ഇപ്പോൾ വാങ്ങിച്ചു തുടങ്ങി ആഹാരത്തിൻ്റെ ഒരു ഭാഗം ആക്കുന്നവരുണ്ട്. പക്ഷേ ഉച്ചയ്ക്കത് ഇല്ല. വൈകിട്ട് ഉത്തരാടത്തിൻ്റെ അന്ന് വൈകിട്ട് ഇവിടെയൊക്കെ എല്ലാ വീടും പരിസരവും വൃത്തിയാക്കി തൂത്തിടും. പിന്നെ ചൂല് ഉപയോഗിക്കാൻ പാടില്ല. ഈ ഉത്തരാടത്തിന് മുമ്പ് വേറെ കർക്കിടകത്തിനൊരു പ്രത്യേകത ഉണ്ട്. കർക്കിടകം തീരുന്ന ദിവസം എല്ലാവരും എന്ത് ചെയ്യുന്നറിയോ, വീട്ടിലെ മുത്തശ്ശിമാരോ വീട്ടിലെ ബന്ധപ്പെട്ടവരോ ആരെങ്കിലും പഴയ മുറവും ചൂലും ഈ പൊട്ടിയെ കളയുക. അതെ തന്നെ. അതിനിവിടെ പറഞ്ഞ് മൂശേട്ട പോയിട്ട് കേട്ടോ, ചേട്ട അകറ്റുക എന്ന് പറയാം, ചേട്ട. അപ്പം മൂശേട്ട പോയിട്ട് ശ്രീദേവി വാ എന്നുള്ള അർത്ഥത്തിൽ കുളത്തിൽ കൊണ്ടുപോയി മുക്കി അവിടെ അതിൻ്റെ സൈഡിൽ വെക്കും. അത് കർക്കിടകത്തിൻ്റെ എല്ലാ ദോഷങ്ങളെയും തീർക്കുക.
ആ ചടങ്ങുകളൊക്കെ ഇപ്പോഴും അനുവർത്തിച്ചു പോകുന്നുണ്ടോ? അതിൽ പഴയ സ്ത്രീകളുള്ളിടത്ത് മാത്രം. അവർക്ക് ഈ ശൈലികളൊന്നും അറിയാൻ വയ്യല്ലോ. ഈ പൂക്കളം ഇടുന്നത് 10 ദിവസം തന്നെയല്ലേ? 10 ദിവസം തന്നെയാണ്. അത് ഓരോ ദിവസവും പൂക്കളത്തിൻ്റെ ദിവസമനുസരിച്ച് ഇത് കുത്തണം, പൂ കുത്തണം. 1-ാം ദിവസം 1, 2-ാം ദിവസം 2. അപ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് പഴയ കാലത്ത് മത്തപ്പൂവാണ്. അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ ആമ്പൽപ്പൂവ്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കുമ്പളപ്പൂവുണ്ടല്ലോ, അതേ ഷേപ്പ്, അത് കുത്തും. താമരപ്പൂവും കുത്തും. അതാണ് കുത്തുന്നത്. പുതിയ വസ്ത്രം ഇടുക എന്ന് പറയുന്നത് നമ്മൾ ഓണത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും അന്നത്തെ കാലത്ത് ഈ കൃഷിയിൽ നിന്ന് കൃഷി വിളവെടുത്തതിന് ശേഷം ഉണ്ടാവുന്ന ലാഭത്തിൽ നിന്ന് പുതിയൊരു ഡ്രസ്സ് വാങ്ങുന്ന ഒരു സങ്കല്പമായിരുന്നു അത്. അതല്ല, ഞാൻ മുമ്പേ പറഞ്ഞ ബുദ്ധമത സംസ്കാരവുമായി അതിനും ബന്ധമുണ്ട്. ബുദ്ധൻ്റെ കാലത്ത് ബുദ്ധൻ ശ്രവണപദങ്ങളിലെത്തിയിരുന്നവർക്ക്, ശ്രവണപദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവപദവിയിലെത്തുന്ന ആളുകൾക്ക് ബുദ്ധൻ മഞ്ഞ വസ്ത്രങ്ങൾ കൊടുക്കുമായിരുന്നു. അതിനെ അനുസ്മരിച്ചുകൊണ്ടാകാം ഒരുപക്ഷെ ഈ മഞ്ഞപ്പട്ട് അല്ല മഞ്ഞ വസ്ത്രങ്ങൾ കോടിയായി നേരിയതുൾപ്പെടെ കുട്ടികൾക്കും മറ്റും കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും മുതിർന്നവർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. തിരുവോണം ഊണ് കഴിഞ്ഞ് അവിടെ വീട്ടിലെ പുത്തൻ ചെറുക്കനും പുത്തൻ പെണ്ണും ബന്ധുവീടുകളിൽ പോവും. ബന്ധുവീടുകളിൽ പോയി ഒന്നിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന മുണ്ട്, ഒരു നേരിയത്, വെറ്റില, പാക്ക, അടയ്ക്ക കൊണ്ട് നമ്മുടെ സമർപ്പിക്കും. അത് ആ ഗുരുജനങ്ങളോടുള്ള ബന്ധുജനങ്ങളോടുള്ള ആ ഒരു ബഹുമാനം അതിപ്പോഴും ഒക്കെ മിക്കവാറും അടുത്തുണ്ട്. ഈ പൂക്കളം ഇടുന്നതിന്റെ ആകൃതിയും വലിപ്പവും തമ്മിൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു മുമ്പ് കാലത്തൊന്നുമില്ല. ആകൃതി എല്ലാം മിക്കവാറും നക്ഷത്ര രൂപത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ ഇടുമായിരുന്നു. ഇപ്പോഴാണ് ഈ രൂപഭംഗിയൊക്കെ വന്നത്. അപ്പൊ അതൊക്കെയാണ് ഓണാട്ടുകരയുടെ ഓണവിശേഷങ്ങൾ എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും എടുത്തു പറയേണ്ടതായിട്ടുണ്ടോ? പിന്നെ ഇവിടുത്തെ വിനോദങ്ങൾ, ഈ 1 മുതൽ 10 വരെ ദിവസങ്ങളിടുന്ന ഈ പൂക്കളം, അവസാനം തിരുവോണ ദിവസം ഇടുന്ന പൂക്കളം, അന്ന് വൈകിട്ടാണ് പൂക്കളം വാരുന്നത്. തുമ്പിതുള്ളലോടുകൂടി, പെണ്ണുങ്ങളാണ് അതിൻ്റെ എല്ലാം ചുമതല, തുമ്പിതുള്ളലോടുകൂടി അവരത് വാരും. അപ്പം തുമ്പിതുള്ളൽ പാട്ടുമൊക്കെ ഉണ്ട്. അറിയോ? ഇപ്പോൾ പാടാൻ അറിയത്തില്ല, അല്ല പാട്ടില്ല. എന്താണ് ഈ തുള്ളലിന് പിന്നിലുള്ള ഒരു കഥ? അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ആ ആഘോഷത്തിമിർപ്പിൻ്റെ ഇടയിൽ അതങ്ങ് തുള്ളിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. അപ്പൊ തുമ്പിതുള്ളലാണ് ഓണത്തിനെ സംബന്ധിച്ച്. പിന്നെ തിരുവാതിര, എല്ലാ വീടുകളിലും തിരുവാതിര ഉണ്ടായിരുന്നു. എന്നാൽ തിരുവോണത്തിന്റെ അന്ന് വൈകിട്ട്. പിന്നെ വിശിഷ്ട വിഭവങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പം എൻ്റെ വീട്ടിൽ ഇവിടെ എൻ്റെ കുടുംബം അതാ. ഞാൻ ഇങ്ങോട്ട് മാറിയ പിന്നെ എൻ്റെ വീടുകളാണ് ഈ 5-6 ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ വീടുകളിലേക്കെല്ലാം പായസം ഉണ്ടാക്കി കൊടുക്കുന്ന ഞാനാണ്. അവർ പായസം വയ്ക്കത്തില്ല. അപ്പം അവിടെ ഉണ്ടാക്കുന്ന വിശിഷ്ടമായി പലഹാരങ്ങൾ, ഉപ്പേരികൾ തമ്മിൽ കൈമാറും. അവിടുത്തെ ഇങ്ങോട്ട് നമ്മൾ അവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ ഇവിടെ തരും, ഇവിടുത്തെ അവർ തരും. പിന്നെ ഞങ്ങളുടെ പിള്ളേരുടെ കൂട്ടുകാരൊക്കെ ക്രിസ്തുമസിനും പെരുന്നാളിനുമൊക്കെ വിഭവങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണുന്നതിന് മുമ്പ് തന്നെ ഇത് അവർക്ക് പായസവും ഉപ്പേരിയും കൊടുത്തയക്കും പാക്കറ്റിൽ. അതൊക്കെ പഴയ ഞാനുള്ളിടത്തോളം കാലമൊക്കെ തുടരണമെന്ന് പറഞ്ഞിരിക്കുക. അതിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ അസ്ത്രം എന്ന് പറഞ്ഞൊരു ഭക്ഷണമുണ്ട് ഓച്ചിറയില്. എന്താണ് ഈ അസ്ത്രം? നമ്മുടെ രീതിയിൽ നമ്മൾ കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന ഒരു കറിയാണ് അസ്ത്രം. അതിനകത്ത് കുമ്പളങ്ങ, വെള്ളരിക്ക, അത് പച്ചക്കറികൾ പ്രധാനമായിട്ട് എന്താ വേണേലും, ചേന, പടവലങ്ങ, പിന്നെ അസ്ത്രത്തിന് വൻപയർ, പിന്നെ തേങ്ങ തിരുമ്മി ഉണ്ടാക്കിയത്, ഇതെല്ലാം കൂടെ ചേരുന്ന കൂട്ടുകറിയാണ് അസ്ത്രം. അത് കഞ്ഞിക്കുള്ള പ്രധാന ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വൃത്തിയായിട്ടുണ്ടാക്കി. ചെട്ടികുളങ്ങരയിലെ കഞ്ഞി എന്ന് പറയുന്നതാണ് പ്രധാന വഴിപാട്. ഈ കുതിരച്ചവിട്ടിൽ അതിൻ്റെ പ്രധാന ആഹാരം അസ്ത്രമാണ്. കഞ്ഞി അസ്ത്രം. ഈ ചെട്ടികുളങ്ങരയുടെ ഒരു ഐതിഹ്യങ്ങൾ എന്താ? ചെട്ടികുളങ്ങര അമ്മയാണ്. അവിടെ 13 കരകളുടെ നാഥയാണ് ചെട്ടികുളങ്ങര അമ്മ. അപ്പം ചെട്ടികുളങ്ങര അമ്മ യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു ഭാവമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഏതാനും യോഗീശ്വരന്മാർ അവിടെ കൊടുങ്ങല്ലൂർ പ്രാർത്ഥനയ്ക്ക് പോയി. ആ പ്രാർത്ഥനയ്ക്ക് പോയി അവർ ആ ദേവീ സങ്കല്പത്തെ ഞങ്ങളുടെ ക്ഷേത്രത്തെ ഞങ്ങളുടെ ഒരു സ്വപ്ന വിധേയമായി കണ്ടു. നിങ്ങൾ ഇവിടെ പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു വിഗ്രഹം നിങ്ങൾ എത്രയും വേഗം പ്രതിഷ്ഠിക്കണം, അതിന് നിങ്ങൾ
കൊടുങ്ങല്ലൂർ പോകണമെന്ന്. അപ്പോൾ ഏതാനും പേര് ഈ യോഗീശ്വരന്മാർ കൊടുങ്ങല്ലൂർ പോയി അവിടെ ദേവിയെ ഉപാസിച്ചു. അവർ ഇവിടെ എത്തുന്നതിന് മുമ്പായി അവരോടൊപ്പം തന്നെ ദേവി ഇവിടെ വന്നു എന്നാണ്. പൂർണ്ണ രൂപവതിയായിട്ട് ആ ദേവി പല സ്ഥലത്തും ഇറങ്ങി ആ ക്ഷേത്രത്തിൽ ചെന്ന് ആ ദിവ്യസ്ഥാനം കണ്ട് അവിടെ ഇരുന്നെന്നും അവിടെ ക്ഷേത്രം പണിഞ്ഞുവെന്നുമാണ് സങ്കല്പം. 13 കരക്കാരുടെ അതിദേവതയാണ്. അപ്പോൾ ആ ചെട്ടികുളങ്ങര അമ്മ ഈ ഭരണി കഴിഞ്ഞാൽ അടുത്ത ദിവസം ദേവി കൊടുങ്ങല്ലൂർ പോകുമെന്നാണ് ഇവിടുത്തെ സങ്കല്പം. പിന്നെ 2 ദിവസം അന്ന് പിറ്റേ ദിവസം നടയൊന്നും തുറക്കത്തില്ല. അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെയൊക്കെയുള്ള വിശ്വാസമുണ്ട്. ഇപ്പൊ നമ്മള് ഒപ്പം തന്നെ ഓച്ചിറയെ കുറിച്ച് പറയും. ഓച്ചിറയും ഓണാട്ടുകരയുടെ പരിധിയിൽ വരുന്ന ക്ഷേത്രമാണ് ഓച്ചിറ. ഓച്ചിറയിൽ നമുക്കറിയാം അമ്പലമില്ലാത്ത അത് പരബ്രഹ്മം എന്ന് പറയുന്നത് ഇത് ത്രിമൂർത്തി സങ്കല്പങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് പരബ്രഹ്മം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. അതിന് ഓം എന്ന വാക്കുണ്ട്, ഓങ്കാരം. ആ ഉ അം ഇതാണ് മലയാള ഭാഷയിൽ എൻ്റെ നിഷ്പത്തി. ഓം. ആ ഓങ്കാരമൂർത്തിയാണ് ഓച്ചറി. ആ ഓങ്കാരമൂർത്തി എന്ന് പറയുന്നത് പ്രപഞ്ചം പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതിനൊരു ക്ഷേത്രം പണിയാൻ ഒക്കത്തില്ലല്ലോ. പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിനെ ഒരു കൂടാരത്തിനുള്ളിൽ കോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കാനൊക്കില്ല. അതുകൊണ്ടാണ് ആ ഓങ്കാരമൂർത്തിയായ പരബ്രഹ്മം ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഈ തുറന്ന സ്ഥലത്ത് ഇരിക്കുന്നത്. അവിടെ വിഗ്രഹമൊന്നുമില്ല പ്രത്യേകിച്ച്. ഇപ്പൊ ഞങ്ങൾ പാലക്കാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പൊ പല്ലശ്ശനയിൽ ഞങ്ങൾക്ക് ഓണത്തല്ലുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. ഇവിടെ ഓണത്തല്ലില്ല. ഓണത്തല്ലില്ല. പിന്നെ ഇവിടുത്തെ വിനോദം എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പന്ത് കളി, പിന്നെ ആറ്റിൽ ചാട്ടം, കുളത്തിൽ ചാട്ടം, ഊഞ്ഞാലാട്ടം നിർബന്ധമായിട്ടും മിക്കവാറും വീടുകളിലെല്ലാം ഊഞ്ഞാലിടും. ഓണത്തിന് പലചരക്ക് വാങ്ങിക്കുമ്പോൾ അതിൽ പൊച്ചം അല്ലെ കയറ് ഒരു പ്രധാന ഉൽപ്പന്നം. അത് വീടുകളിലെ എല്ലാ പുരയിടങ്ങളിലും ഊഞ്ഞാൽ കാണും. കുട്ടികൾക്ക് വേണ്ടി ഇടുന്ന. അപ്പോൾ ഊഞ്ഞാലാട്ടമുണ്ട്, തലപ്പന്ത് കളി, തലപ്പന്ത് എന്നാണ് പറയുന്നത്. തലപ്പന്ത് കളി, പിന്നീട് വള്ളംകളി, വഞ്ചിപ്പാട്ട്, തിരുവാതിര, പിന്നെ നാടൻ കളികൾ കുട്ടികളെ. പിന്നെ പെൺകുട്ടികൾ കമ്പോട് കളി എന്നൊക്കെ പറഞ്ഞുണ്ട്. പെൺകുട്ടികൾ കമ്പോട് കളി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ താഴെ നമ്മൾ ഈ പഴയ ചട്ടിയുടെ വല്ലതും കഷ്ണം എടുത്തിട്ട് പ്രത്യേക കോളം വരച്ച് ഒറ്റക്കാല് ഇങ്ങനെ കൊച്ചി കളിക്കുന്നത്. അതിനിവിടെ കമ്പോട് കളി എന്നാണ് പറയുന്നത്. ആ കളിയുണ്ട്. പിന്നെ വള്ളംകളിയുണ്ട്. ഓണത്തല്ലെന്ന് പറയുന്നത് ഇവിടെ ഇല്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഓണക്കത്തല്ലിപ്പോൾ ഇല്ല. പിന്നെ പഴയ ചില വീടുകളിൽ ഓണവില്ലുണ്ട്. ഓണവില്ല് നമ്മൾ തിരുവനന്തപുരത്ത് പത്മനാഭന് സമർപ്പിക്കുന്ന പോലത്തെ. അത് പഴയ രാജാവിൻ്റെ അംഗീകാരം കിട്ടിയ കുടുംബങ്ങൾക്ക് ഉള്ളതാണ് ഓണവില്ല്. ഏതാണ്ട് 2-2.5 അടി നീളത്തിൽ വില്ലിൻ്റെ ആകൃതിയിൽ ഈ നമ്മുടെ 10 അവതാരങ്ങളെയൊക്കെ തടിയിൽ ചിത്രീകരിച്ച് അത് നിലവറയുടെ അല്ലെങ്കിൽ നിരയുടെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അത് ആ കുടുംബത്തിനുള്ള അംഗീകാരമാണ്, രാജാവുമായിട്ടുള്ള ബന്ധം. അപ്പം അതൊക്കെയാണ് ഓണാട്ടുകാരുടെ ഓണവിശേഷങ്ങൾ. എന്നാലും ഒരുപാട് സ്നേഹം, ഇത്രയും അറിവുകൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചതിൽ നന്ദി. സന്തോഷം.